കേരളത്തിൽ ദേശീയപാതയിലെ നിർമ്മാണ വീഴ്ച അന്വേഷിക്കാൻ 3 അംഗ സംഘത്തെ അയച്ച് കേന്ദ്രം. IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സമിതി അന്വേഷിക്കും. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. കരാറുകാർക്കെതിരെ കടുത്ത നടപടി ആലോചിക്കുമെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. അതേസമയം ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ടിരുന്നു ET മുഹമ്മദ് ബഷീർ MP. ദേശീയപാത 66-ൽ കൂരിയാട് ഭാഗത്തുണ്ടായ തകർച്ച സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് അപകടത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. നിർമ്മാണം നടക്കുന്ന ഈ ഭാഗത്ത് ഉണ്ടായ അപകടത്തിൽ നിന്ന് യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിലെ ഗൗരവമായ പിഴവുകൾ കൊണ്ടാണ് റോഡ് തകർന്നതെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് മന്ത്രിയോട് പറഞ്ഞു. ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ദേശീയപാത അതോറിറ്റി അതിനെ ഗൗരവത്തോടെ കാണുന്നില്ല. ദേശീയപാത 66-ന്റെ നിർമ്മാണത്തെക്കുറിച്ച് ക്രമക്കേടും അപാകതയും ഉണ്ടായെന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാതയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്നും ഇത് സംസ്ഥാനമാകെയുള്ള പ്രശ്നമാണെന്നും വ്യക്തമാക്കി. കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും പരിഗണിച്ച് നിർമ്മാണം ആവശ്യമാണെന്നും മൺസൂൺ കാലത്ത് വിള്ളലുകളും തകരാറുകളും പതിവാകുന്നതായും ചൂണ്ടിക്കാട്ടി. അന്വേഷണം നടത്തി കരാറുകാർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകിയെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. അതേസമയം ദേശീയപാത ദുരന്തപാതയായി മാറരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഉള്ളതെന്നാണ് MK മുനീർ അഭിപ്രായപ്പെട്ടത്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ അവകാശവാദം ഉന്നയിച്ച് നിർമ്മിക്കുന്ന ദേശീയപാതയുടെ അവസ്ഥ ആശങ്കയുണർത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയിൽ പാലങ്ങളും സർവീസ് റോഡുകളും അടക്കം തകർന്നു വീണത് ഈ നിർമ്മാണത്തിലെ ഗുരുതരമായ അപാകതകൾക്ക് അടിവരയിടുന്നു. മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഇതിന് ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളം ഒരു മൺസൂൺ സംസ്ഥാനമാണെന്ന പ്രാഥമിക യാഥാർത്ഥ്യം പോലും പരിഗണിക്കാതെ നടത്തിയ നിർമ്മാണങ്ങളാണ് ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം. ഇത് കേവലം നിർമ്മാണത്തിലെ പിഴവ് മാത്രമല്ല, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആസൂത്രണത്തിന്റെയും പഠനത്തിന്റെയും അഭാവം കൂടിയാണ് വ്യക്തമാക്കുന്നത്. ഉയർന്ന നിർമ്മാണ ചിലവ് വന്നിട്ടും റോഡുകൾ പെട്ടെന്ന് തകരുന്നത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും കനത്ത ഭീഷണിയാണ്. ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണവും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കർശന നടപടിയും അനിവാര്യമാണെന്നും ലീഗ് നേതാവ് ചൂണ്ടിക്കാട്ടി.